പ്രിയമുള്ളവരെ, ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷയുടെ സിലബസ് PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ബിടെക് ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ തന്നെ MBA യോഗ്യതയുള്ള ആളുകൾക്കുമായിരുന്നു ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. അതേസമയം നമുക്ക് കഴിഞ്ഞ തവണത്തെ സിലബസ് പ്രകാരം എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളും 80 മാർക്കിൻ്റെ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾ തന്നെയായിരുന്നു. സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അഗ്രികൾച്ചർ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ 20 മാർക്കിന്റെ കൊമേഴ്സിന്റെ വകുപ്പിലേക്കുള്ള കൊമേഴ്സ് സബ്ജക്റ്റുകൾ, മാനേജ്മെന്റ് സബ്ജക്റ്റുകളുമായിരുന്നു കഴിഞ്ഞ തവണത്തെ സിലബസിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പരീക്ഷയ്ക്കായിട്ട് പഠിക്കുന്ന ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. മാസങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് PSC സിലബസ് അടിമുടി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ സിലബസിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്ക് പോലും പുതിയ സിലബസിൽ PSC ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് എഞ്ചിനീയറിംഗിന്റെ കോർ ആയിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള സിവിലോ, മെക്കാനിക്കലോ, ഇലക്ട്രിക്കലോ, ഇലക്ട്രോണിക്സോ ഒന്നും പുതിയ സിലബസിൽ കാണാനില്ല. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതായത് മാനേജ്മെന്റ്, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ പുതിയ സിലബസിലുള്ളത്. തീർച്ചയായിട്ടും മാസങ്ങളായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന, വളരെ സീരിയസ് ആയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ഷോക്ക് തന്നെയാണ്. കേരളത്തിൽ ഒട്ടേറെ പേർ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഐ+ന്റെ കോഴ്സിൽ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളും വളരെ സീരിയസ് ആയി പഠിക്കുന്ന ഒട്ടേറെ പേരുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ തവണത്തെ സിലബസ് പ്രകാരം കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷെ സ്റ്റിൽ സിലബസ് അപ്പാടെ മാറ്റിയത് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ശരിക്കും ഇതുവരെ പഠിച്ച ആളുകളെ സംബന്ധിച്ച്. പുതിയ സിലബസിലേക്ക് നമുക്കൊന്ന് പോകാം. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 40 മാർക്കിന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് ഈ സിലബസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും. ഈ 40 മാർക്കിന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിനാണ്. 8 മാർക്ക് ലീനിയർ ആൽജിബ്ര മൊഡ്യൂൾ 1 ലീനിയർ ആൽജിബ്ര കിടക്കുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 2 12 മാർക്കിന് കാൽക്കുലസ് ചോദിക്കും. മൊഡ്യൂൾ 3 4 മാർക്കിന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. മൊഡ്യൂൾ 4 12 മാർക്കിന്, ഏറ്റവും കൂടുതൽ മാർക്ക് ഈ മാത്സിന്റെ ടോപ്പിക്കിൽ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിനാണ്. അതാണ് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 5 ന്യൂമറിക്കൽ മെത്തേഡ്സ്, കുറച്ച് പുതിയ ടോപ്പിക്കുകളാണ് മാത്തമാറ്റിക്സിലെ തന്നെ ഈ പറഞ്ഞ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പാർട്ടായിട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ് 15 മാർക്ക്, അതിൽ 5 മാർക്കിന്റെ വീതമുള്ള 3 മൊഡ്യൂളുകളാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സിലുള്ളത്. മൊഡ്യൂൾ 1 5 മാർക്കിന് അപ്ലൈഡ് ഒപ്റ്റിക്സ്, അതിനകത്ത് ലേസേഴ്സും ഫൈബർ ഒപ്റ്റിക്സും ഒക്കെ വരും. ദെൻ മൊഡ്യൂൾ 2 5 മാർക്കിന് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്, സെമി കണ്ടക്ടേഴ്സും സൂപ്പർ കണ്ടക്ടേഴ്സും ഒക്കെയാണ് അതിലുള്ളത്. മൊഡ്യൂൾ 3 അക്കൗസ്റ്റിക്സ്, അതിനകത്ത് അക്കൗസ്റ്റിക്സ്, അൾട്രാസോണിക്സ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതാണ് ഫിസിക്സിന്റെ സിലബസ്. ദെൻ പാർട്ട് 3 എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആണ്. 15 മാർക്കിന് കെമിസ്ട്രി പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ കെമിസ്ട്രി ആണ് 5 മാർക്കിന്. നാനോ മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഗ്ലാസ്, പോളിമേഴ്സ് ഒക്കെ നമുക്ക് അതിൽ കാണാനുണ്ട്. ദെൻ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, അതിനകത്ത് തെർമൽ അനാലിസിസ്, ക്രൊമാറ്റോഗ്രഫി, സ്പെക്ട്രോസ്കോപ്പി തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂൾ എൻവയോൺമെന്റൽ കെമിസ്ട്രി ആണ്, 5 മാർക്ക്. അതാണ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അതുള്ളത്. ദെൻ നാലാമത്തെ പാർട്ട്, അവസാനത്തെ പാർട്ടായിട്ടുള്ളത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്, 30 മാർക്ക്. വലിയ പ്രാധാന്യം ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ഈ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മാനേജ്മെന്റ് ടോപ്പിക്കുകൾക്ക് സിലബസിലുണ്ട്. ഒന്നാമത്തെ മൊഡ്യൂൾ മാനേജ്മെന്റ് തന്നെയാണ്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. അതിന് 10 മാർക്ക് ആ ഫസ്റ്റ് മൊഡ്യൂളിലുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്, കൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതിന് 6 മാർക്ക്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് മൂന്നാമത്തെ മൊഡ്യൂൾ, അതിന് 4 മാർക്കുണ്ട്. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് നാലാമത്തെ മൊഡ്യൂളായിട്ട് കൊടുത്തിരിക്കുന്നത്, അതിനും 6 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ മൊഡ്യൂൾ, അവസാനത്തെ മൊഡ്യൂളായിട്ട് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 6 സിഗ്മ റൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അതിനും 4 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാണും. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഇത് പുതിയതായിട്ട് ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞ് ഈ പരീക്ഷയ്ക്കായിട്ട് പുതുതായിട്ട് പഠിക്കേണ്ട അവസ്ഥയാണ്. നമുക്കറിയാം, നന്നായിട്ട് പഠിച്ച സർഫസ് ലെവലിലെങ്കിലും സിലബസ് ഫുള്ള് കവർ ചെയ്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവർ ഇതുവരെ പഠിച്ചതൊക്കെ മാറ്റി പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എനിവേ, ഈ സിലബസ് ഇനി മാറുമോ, അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും നമുക്ക് ഉറപ്പില്ല. ഒക്ടോബർ 30-നാണ് പരീക്ഷ. ഇനി ഒരു 3 മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ സിലബസ് ആണ്, പുതിയ സിലബസ് ആണ് നമ്മുടെ മുന്നിൽ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ളത് വളരെ ഉയർന്ന ഒരു തസ്തികയാണ് സംസ്ഥാന സർക്കാരിലെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ പുതിയ സിലബസിനെ അടിസ്ഥാനമാക്കി നമുക്കിത് മറ്റൊരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ സിലബസ്, ഇങ്ങനെ ഒരു സിലബസ് വരുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെ സംബന്ധിച്ചും ഇത് പുതിയൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങാം. ചിലരെങ്കിലും മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ ഓൾറെഡി ചില പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായി, മറ്റ് പരീക്ഷകൾക്കായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും.
എനിവേ ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, നിലവിൽ ഈ സിലബസിൽ മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിലബസിനെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോവുക. നമ്മുടെ പ്രിപ്പറേഷൻ, നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു ഷോക്കിൽ നിന്നൊക്കെ വിമുക്തരായിട്ട് പുതിയ സിലബസിനെ അഡാപ്റ്റ് ചെയ്ത് പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോ നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ ഇതിന്റെ പേരിൽ നിരാശരായി പുറകോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് സിലബസിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ബേസ് ചെയ്തിട്ട് ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. എന്താണെങ്കിലും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇന്ന് വൈകുന്നേരമാണ് ഈ സിലബസിലെ ചേഞ്ച് ഒക്കെ വന്നത്. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ്, ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ സമയാസമയങ്ങളിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലിൽ അത്തരം വീഡിയോകളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.